ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾ? ഇത് പൈപ്പ്, നമ്മുടെ ഡ്രസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ്, സ്ക്വയർ പൈപ്പ്, 1 ഇഞ്ചിൻ്റെ പൈപ്പ്, പിന്നെ അതിൽ 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഉണ്ട്, 3 ഇഞ്ചിൻ്റെ പൈപ്പ് ഉണ്ട്. പൈപ്പുകളാണ് മുഴുവൻ ഉപയോഗിച്ചത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ സീക്രട്ട് ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഇല്ല, നിങ്ങൾ ചോദിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞില്ലേ, പറയാറില്ല. ഫുൾ സീക്രട്ട് പറയുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചപ്പോൾ. അല്ലെങ്കിൽ എനിക്ക് തന്നെ അത് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരെണ്ണം ചെയ്യാൻ തോന്നുന്നു. ഞാൻ വെൽഡറാണ്. അത്ര എളുപ്പമല്ല കേട്ടോ. എളുപ്പമല്ല അല്ലേ? ഇതെങ്ങനെ ഈ ഉയരത്തിൽ നിങ്ങൾ നിർത്തിയേ? അത് ഞങ്ങൾ ആദ്യം ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നിർത്തി. ആ ക്രെയിൻ കൊണ്ടുവന്നിട്ട് നിർത്താൻ പറ്റിയില്ല. ആ ക്രെയിന് പറ്റിയില്ല. ആ ക്രെയിൻ ഒരു 40 അടി ഉയരമുള്ളായിരുന്നു. അതിന് ആ ക്രെയിന് പറ്റാത്തതുകൊണ്ട് ഞങ്ങളപ്പോൾ തന്നെ തിരിച്ച് താഴ്ത്തി വെച്ചു. അതിന് പിറ്റേ ദിവസം വലിയ ക്രെയിൻ 80 അടി പൊന്തിക്കണ ക്രെയിൻ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഉയർത്തിയത്. അത് ഉയർത്തുമ്പോൾ ഒരു 10-80 ആൾക്കാരും ക്രെയിനും കൂടി ഞങ്ങൾ എല്ലാവരും പിടിച്ചിട്ടാണ് ഉയർത്തിയത്. ഉയർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ നടക്കുന്ന കേസല്ല അത്. ഞാനത് സിമ്പിളായിട്ട് വിചാരിച്ചതാണ്. പക്ഷേ ഏറ്റവും വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇതിൽ നിങ്ങളോടുകൂടി സഹകരിക്കാൻ നിങ്ങളുടെ ഞങ്ങളുടെ സംഘടനയിലത്തെ എല്ലാവരും ഉണ്ടെന്ന് പറയാം. പക്ഷേ എടുത്ത് പറയേണ്ട കുറച്ച് പേരുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജേസൺ കേഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇളപ്പൻ്റെ മോൻ കാഞ്ഞക്കാരൻ ജേസൺ കേഡ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും, ജോഷി, അതുപോലെ ഊക്കൻ ജോസഫ്, സോബി, അങ്ങനെ കുറച്ച് പേര്. പിന്നെ അതിനോടനുബന്ധിച്ച് മാറി മാറി വരുന്ന കുറച്ച് ആൾക്കാരുകൾ. അങ്ങനെ മാറി ഇവർ 4-5 പേര് സ്ഥിരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ 5 പേരും അതുപോലെ തന്നെ നമ്മുടെ ഇത് വെൽഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ സപ്പോർട്ടിങ്ങാണ് കൂടുതൽ. അയാൾ എല്ലാത്തിനും നമുക്ക് പറഞ്ഞു തന്ന് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ നമ്മൾ പറയുന്നതനുസരിച്ചൊക്കെ തയ്യാറാക്കി തന്നുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് ഉയർത്താൻ പറ്റിയത്. അത് അങ്ങോരുണ്ട്. പിന്നെ ഈ പറഞ്ഞ 4-5 പേര് സ്ഥിരം. സുഹൃത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ജീവിച്ച് ഇരുന്ന എല്ലാവരും മരിക്കും. ഞാനും മരിക്കും, നിങ്ങൾ മരിക്കും, എല്ലാവരും മരിക്കും. നമ്മളുടെ മരണക്കിടക്കേ കിടന്ന് നമുക്ക് ചിലതൊക്കെ ചിന്തിക്കാനുണ്ടാവും. അതിൽ മധുരമായ ഓർമ്മകളിൽ പെട്ടതാണ് ഇതൊന്ന്. ഞാൻ ചിന്തിച്ചില്ലെങ്കിലും പല ആൾക്കാരും ഞാൻ ചത്ത തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള ഓരോരുത്തർ ചാകുമ്പോഴും പറയും, അല്ലെങ്കിൽ ഞാൻ ചത്ത പ്രത്യേകിച്ച് പറയും. കാരണം ഇതിന്റെ കൺവീനർ ഞാനായതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ പറയും, സ്റ്റാർ ഉണ്ടാക്കിയത് ആ ചക്കനാണ്, ആ പൊളിയാണ് സ്റ്റാർ ഉണ്ടാക്കിയെന്ന് പറയും. അത് എനിക്കൊരു അഭിമാനമാണ്, എനിക്ക് സന്തോഷമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇത് എത്ര ദിവസത്തെ അധ്വാനമാണ് നിങ്ങളുടെ? ഞങ്ങൾക്ക് 20-25 ദിവസം. ഈ 25 ദിവസത്തിൽ ഞങ്ങൾക്കൊരു 3-4 ദിവസം ഞങ്ങൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരേ ടൈം വെച്ച് വർക്ക് ചെയ്തിട്ട് ഒരു 25 ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. രാത്രിയും പകലൊക്കെ ആയിട്ട് തന്നെ? രാത്രിയും പകലൊക്കെ. അതായത് പകല് വരാൻ പറ്റുന്നവർ പകൽ വരും, രാത്രി വരാൻ പറ്റുന്നവർ രാത്രി വരും. ഓരോരുത്തർക്ക് ഓരോ തൊഴിലുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തൊഴിലുള്ളതാണ്. ഞാൻ പിന്നെ എൻ്റെ ഒരു 15-20 ദിവസം എൻ്റെ ജോലി എനിക്ക് വാർക്ക് പണിയാണ്. ഞാൻ വീടിൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ പണി ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് നിന്നത്. കാരണം ഞാൻ എൻ്റെ കൺവീനർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വേണം. അതുകൊണ്ട് ഞാൻ ഇതിനൊപ്പം എപ്പോഴും ഉണ്ടാവണം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞിട്ടും അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ നോക്കിയിട്ട്, അങ്ങനെ ആ ജോഷി എന്ന് പറഞ്ഞവനും ജേസൺ എന്ന് പറഞ്ഞവനും അവരെ ജോലി മാറ്റി വെച്ചിട്ടാണ് അവർ സ്ഥിരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഫുൾ എൻ്റെ ടൈം കൂടി ഉണ്ടായിരുന്നു. ഊക്കൻ ജോസഫ് അവർക്ക് എൻ്റെ ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇത്രയും പാടുപെട്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും ഇത് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കാണാനും കൂടിയാണല്ലോ നമ്മൾ ചെയ്തു വെച്ചാണ്. അപ്പോൾ അതിനിപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, യൂട്യൂബിൽ വരുന്നുണ്ട്, ഫോട്ടോ എടുത്ത ആൾക്കാർ ഉണ്ട്, പല ആൾക്കാരും വരുന്നുണ്ട്. എന്നാൽ കൂടി ഇതറിഞ്ഞ് കുറച്ച് ആൾക്കാർ വന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടാവും. ഇത് കാണാനായിട്ട് എല്ലാവരും വരണമെന്ന് ഞാൻ പ്രത്യേകം. ചേട്ടൻ ആ വഴിയും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തല്ലേ, അപ്പോൾ പുറത്തുനിന്നുള്ളവർ വന്ന് കാണണേ കണ്ടോട്ടെ. ഇത് ഇരിഞ്ഞാലക്കുട അടുത്ത് തൃശ്ശൂർ റൂട്ടിൽ കരിവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. കരിവന്നൂർ പള്ളി. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 5 കിലോമീറ്റർ കരിവന്നൂർക്ക്, തൃശ്ശൂരിൽ നിന്ന് 16 കിലോമീറ്റർ കരിവന്നൂർ പള്ളിയിലേക്ക്. കരിവന്നൂരാണ് ഇത്. ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇടണമെങ്കിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ലൈറ്റ് കൂടി ഇട്ടിട്ട് നിങ്ങളത് ഉൾപ്പെടുത്തി. പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, അതായത് ജോസഫ് തെക്കൂടാൻ. അങ്ങോരാണ് ഇതിനു വേണ്ടി കൂടുതൽ പ്രചോദനം ഞങ്ങൾക്ക് തന്നത്. അതൊന്ന് അങ്ങോരും. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി റാഫേൽ പെരുമ്പുള്ളി, ട്രഷറർ സോബി പാറമൽ, ഇവരൊക്കെ ഇതിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. അവരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഞാനിത് ഉണ്ടാക്കാന്നുള്ള ഒരു ആൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം സപ്പോർട്ട് കൂടുതൽ നേതൃത്വം നൽകിയത് അവരാണ് ഇതിൻ്റെ എല്ലാത്തിനും ഞങ്ങൾ. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ വലിയൊരു സംഭവമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ് ഇതൊക്കെ. ഞങ്ങളുടെ സംഘടനയുടെ ആ ജോസഫേട്ടൻ എന്ന് പറഞ്ഞ ആൾ എന്തിനും മുൻകൂട്ടി തയ്യാറായിട്ട് എല്ലാത്തിനും എന്തിനും ഞങ്ങളോടൊപ്പം നിൽക്കണവരാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്.